പുട്ട് ഇന്ന് ഡേ 4 ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവാം. അപ്പോൾ ഇന്നലെയൊക്കെ വളരെ വെജിറ്റബിൾ കൂടുതലായിരുന്നു, ലൈറ്റായിട്ടാണ് നമ്മൾ രാത്രി കഴിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു പുട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. പുട്ട് വെച്ചൊരു ചെറുപയർ കറി. പുട്ടെന്ന് പറയുമ്പോൾ ഞാൻ മില്ലറ്റ് ഫ്ലവറും കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയത്. ജോവർ, ബജ്ര ഫ്ലവേഴ്സ് മിക്സ് ചെയ്തൊരു ഇത് എനിക്കിവിടെ കടയിൽ കണ്ടതാണ്, മില്ലറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ. അപ്പം നോക്കിയപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ജോവറും ബജ്ര ഫ്ലവറും ഒക്കെയാണ്. അപ്പോൾ അത് ശരീരത്തിന് നല്ലതാണെന്നാണ് കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് പുട്ടും ഒരു ചെറുപയർ കറി. അപ്പോൾ ചെറുപയർ കറി ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് ചെറുപയർ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലടിച്ചിട്ട് കടുക് പൊട്ടിച്ചൊരു ശകലം കരിവേപ്പിലയും ഉണക്കമുളകും ഇട്ടു. പിന്നെ ഒരു അരപ്പുണ്ടാക്കണം, തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ചേർത്തു. സവോള ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ആ അരപ്പ് ഞാൻ ഈ കടുക് പൊട്ടിച്ചതിനകത്ത് ചേർത്തു. എന്നിട്ട് പയ്യെ ഇളക്കി കൊടുക്കാൻ അരച്ച ജാറ് കഴുകി അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുപയറിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് പറ്റിക്കണ്ട, വെള്ളം അധികം ഇല്ല, അതുകൊണ്ട് നമുക്കൊരു കുറുകി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചധികം കഴിക്കുമ്പോൾ നമുക്കൊരു ഫില്ലിങ് പോകും. വെറുതെ ഒരുപാട് ചാറ് ഞാൻ ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം ചേർക്കുന്നു. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് പുട്ട് പുഴുങ്ങാം. പുട്ടിന് ഞാൻ പൊടി മില്ലറ്റ് ഫ്ലവർ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് മാത്രം ഇട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. ജീരകവും തേങ്ങയൊന്നും ചേർത്തില്ല ഫ്ലവറിനകത്ത്, ജസ്റ്റ് പുഴുങ്ങുമ്പോൾ മാത്രമേ തേങ്ങ ചേർക്കുന്നുള്ളൂ പുട്ട് കുറ്റിക്കകത്തോട്ട്. അപ്പോൾ നമ്മുടെ കറി തിളച്ചു, അപ്പോൾ മൂടി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പൊടി നനച്ച് വെച്ചത്, രാവിലെ തന്നെ നനച്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചിരട്ടപ്പുട്ടിൻ്റെ ജാറ് അതിൻ്റെ കയ്യിലിരിക്കുന്നത്, അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ട് കുറ്റി പാത്രം അത്. അപ്പോൾ അതിനകത്ത് വെച്ച് രണ്ട് ട്രിപ്പായിട്ട് പിഴിഞ്ഞെടുക്കും. കാരണം എനിക്കും മനോജിനും വേണം, ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് പിഴിഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടും ചെറുപയർ കറിയും കാണാനൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. കറിയൊക്കെ ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.